കഴിഞ്ഞ ദിവസം നടൻ ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലെത്തി ഒരു നടനെതിരെയും നടൻ്റെ ഭാര്യയ്ക്കെതിരെയും പ്രശസ്തമായ ഒരു കാര്യം പറയുകയുണ്ടായി. ഒരു നടനും നടൻ്റെ ഭാര്യയും കൂടി എനിക്കെതിരെ PR വർക്ക് ചെയ്ത് എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അത് പറയുന്നതിലൂടെ തന്നെ ജോജു ജോർജ് ആരെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഇങ്ങനെ ആ നടൻ്റെയോ ഭാര്യയുടെയോ പേര് പറയാതിരിക്കുന്നത് മോശമാണ് എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. പല ഊഹാപോഹങ്ങളും പ്രേക്ഷകർ ഇതിന് പിന്നാലെ പറയുന്നുണ്ട്. മനഃപൂർവ്വം തനിക്കെതിരെ PR വർക്കുകൾ വഴി തനിക്ക് സിനിമ ലഭിക്കരുതെന്നും തനിക്ക് കിട്ടുന്ന സിനിമകൾ ഒരിക്കലും വിജയിക്കരുതെന്നും ഈ നടനും ഈ നടൻ്റെ ആൾക്കാരും മറ്റു കുറച്ച് താരങ്ങളും ചേർന്ന് തനിക്കെതിരെ ആക്രമണാസക്തമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുമാണ് ഇപ്പോൾ ജോജു ലൈവിലെത്തി പറഞ്ഞത്. സഹികെട്ടാണ് ഞാനിതെല്ലാം ഇവിടെ വെളിപ്പെടുത്തുന്നത്. എനിക്കിത് പറഞ്ഞേ മതിയാകൂ. കാരണം എനിക്കെതിരെ കടുത്ത ക്രൂശിക്കുന്ന നിലയിൽ തന്നെയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആർക്കെതിരെയും സംസാരിച്ചിട്ടില്ല, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള മറുപടികളും കുറിക്കുന്നുണ്ട്. ജോജുവിന് എന്ത് സംഭവിച്ചു, എന്താണ് പറ്റിയത്? ഒരാളുടെ കഴിവ് നമുക്ക് ആർക്കും വിചാരിച്ചാൽ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു പവർ വെച്ച് ഇല്ലാതാക്കാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുടെ അത് കൂട്ടിക്കാണിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ കഴിവെന്നൊരു സാധനം ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല. അത് നല്ലോണം ദൈവം തന്ന് അനുഗ്രഹിച്ചിട്ടുള്ളൊരു കലാകാരനാണ് ജോജു. പിന്നെ എന്തിനാണ് ജോജു ഇത്തരത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നടനെയും ഭാര്യയും ഭയക്കുന്നത്? അവർ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയാലും ജോജുവിന് വേണ്ടി അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്യാരക്ടർ അസാസിനേഷനാണോ ജോജു ഉദ്ദേശിച്ചത്? ജോജുവിനെതിരെ അങ്ങനെ മോശം പരാമർശമൊന്നും ഞങ്ങൾ പ്രേക്ഷകർ കേട്ടിട്ടില്ല. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാകുമല്ലോ. വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നിരവധി പേരാണ് ജോജുവിനെ ആശ്വസിപ്പിച്ച് എത്തുന്നത്. അതോടൊപ്പം ജോജു പറയുന്ന ചില കാര്യങ്ങൾ വെച്ച് പലരും ഈ നടൻ ഏതാണ്, നടൻ്റെ ഭാര്യ ഏതാണ്, ഇവരെന്തിനാണ് ജോജുവിനെ അറ്റാക്ക് ചെയ്യുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് വളരെ കൃത്യമായ അനലൈസുകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ജോജുവിന് ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണ് എന്നതുൾപ്പെടെയാണ് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. പ്രേക്ഷകർ പ്രീതിയോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. വെറുതെയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നൊരു വാർത്തയായും ഇത് മാറുന്നു എന്നത് തന്നെയാണ് കൃത്യമായി പറയുന്നൊരു കാര്യം. ഓരോ തവണയും പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ജോജുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.